ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സിനിമ കണ്ടു. ബസൂക്ക കണ്ടു. എന്താ മൂവി? ആവറേജ് മൂവി, അത്രയേ ഉള്ളൂ. വേറെ അതിലൊന്നുമില്ല. മനസ്സിലായില്ലേ? അശ്വന്ത് ഗോക്കിനെ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. ഏത് ഇപ്പോൾ ബസൂക്കനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. ഇതിന് മുൻപ് എമ്പുരാനെക്കുറിച്ചും അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ ഓഹോ പറഞ്ഞ് കൈതട്ടി, ഭയങ്കര കൈതട്ടിലായിരുന്നു. ഇപ്പോൾ ബസൂക്കിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ അതിന് തെറി പറയുക. ഇത് എവിടുത്തെ ന്യായമാണ് ഫ്രണ്ട്സേ? എവിടുത്തെ ന്യായമാണ്? രണ്ടും കണക്കാണ് സിനിമ. മനസ്സിലായില്ലേ? രണ്ടും കണക്കാണ്. എമ്പുരാനിൽ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, തള്ളി വിജയിപ്പിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ എന്താണ് പടം റിലീസാകുന്നവരെ തള്ളി വിജയിപ്പിച്ചു. ഫുൾ ആളുകളെ കൊണ്ട് തിയേറ്ററിൽ പടം എടുപ്പിച്ചു, പടം ബുക്ക് മൈ ഷോയിൽ ഫുൾ ബുക്കിംഗ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം കുറേ 7-8 വർഷം സിനിമ കാണാത്ത ആളുകൾ പോലും കണ്ടു എന്ന് പറഞ്ഞിട്ട് റിവ്യൂ വരുവാണ്. 6 വർഷമായി ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഇന്നാണ് ആ സിനിമ കണ്ടത്, 4 വർഷമായി തിയേറ്ററിൽ പോയിട്ട് ഇന്നാണ് ആ സിനിമ കണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ വരുത്തിച്ചു. അത് പൃഥ്വിരാജിൻ്റെ കഴിവ്. അങ്ങനൊരു കഴിവുള്ള ഒരു സംവിധായകൻ ഇതിലില്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഇതും കോടി ക്ലബിലായിട്ടുണ്ടാവും. പക്ഷേ പടം എമ്പുരാനിലും താഴെയാണ് പടം. മനസ്സിലായില്ലേ? എന്തിനിങ്ങനെ പടം വേസ്റ്റ്. പിന്നെ മമ്മൂക്ക പറയണ്ടല്ലോ, സ്റ്റൈല്, ലുക്ക്, അത് വേറെ ലെവല്, പൊളി, തകർത്ത ലെവല്, എല്ലാം ഓക്കെയാണ്. പക്ഷെ മമ്മൂക്കയ്ക്ക് പറ്റിയൊരു അബദ്ധം എന്താ അറിയോ? ഒരാൾ കഥ പറയാൻ വന്ന കഥ കേട്ടിട്ട് സംവിധായകന് തിരഞ്ഞെടുത്ത് കൊടുക്കണമായിരുന്നു. പൃഥ്വിരാജിനെ പോലുള്ളവരെയോ ഇല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയോ പിന്നെ ബഡ്ജറ്റ് നോക്കാതെ ഇറക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പടം ഒന്നും കൂടി ക്ലിക്കായിട്ടുണ്ടാവും. പക്ഷേ എന്ത് പണം ഇറക്കിയാലും പടം അത്രയ്ക്ക് ക്ലിക്കാവുള്ളൂ. 3-ാം ദിവസം വീഴും, ചിലപ്പോൾ 2-ാം ദിവസം വീഴില്ല കേട്ടോ, 3-ാം ദിവസം പടം വീഴും. പിന്നെന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? മരണമാസം, പിന്നെന്താണ് ആലപ്പുഴ ജിംഖാന, അടുത്തത് എന്താണ് എന്തോ ഒരു അജിത്തിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഗുഡ് ആൻഡ് ബാഡ് അഗ്ലിന്നോ അങ്ങനെ എന്താണ് അജിത്തിൻ്റെ പടത്തിൻ്റെ പേര്. പക്ഷേ അതും അലമ്പാണ്. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ലാലാട്ടുണ്ട്. ആ മോഡലിലാണ് ആ പടം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് പിന്നെയും കോമഡിയായി കാണാന്നേ. മനസ്സിലായോ? കോമഡിയായിട്ട് കാണാം, കോമഡിയിലിരിക്കാം നമുക്ക്. ഇത് അതിനും പറ്റില്ലെന്നേ. ഇത് എന്ത് ഗെയിമും മാങ്ങാത്തൊലിയും. ലാസ്റ്റ് 20 മിനിറ്റ് എല്ലാവരും പറഞ്ഞു, ലാസ്റ്റ് 20 മിനിറ്റ് നമുക്ക് ഇരുന്നങ്ങനെ 20 മിനിറ്റും കൂടി ഇല്ലെങ്കിൽ സൂപ്പറായിട്ട് കാണാമെന്ന് പറഞ്ഞു. ആ 20 മിനിറ്റ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ഈ പടത്തിൻ്റെ സാറേ പെറ്റ തള്ള സഹിക്കും. പിന്നെ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറയുന്ന നാറികളെ, എന്തിനാ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറയുന്നത്? അശ്വന്ത് ഗോക്ക് എമ്പുരാനെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ തപ്പ് പൊട്ടിയല്ലോ, വലിയ തപ്പ് പൊട്ടലായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തപ്പ് പൊട്ടലില്ലേ? നിങ്ങളെ ഫാനിസം മാറ്റി വെച്ചിട്ട് സിനിമ കാണാൻ നോക്ക്. മനസ്സിലായില്ലേ? ഫാനിസം മാറ്റി വെച്ചിട്ട് സിനിമ കാണാൻ നോക്ക്. അല്ലാണ്ട് വെറുതെ ഫാനിസം വെച്ചിട്ട് അങ്ങനെ ഒരു നാറിയുണ്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്, അവൻ്റെ പേരെനിക്കറിയില്ല. അവൻ അങ്ങനെ അശ്വന്ത് ഗോക്കിനെ കുറ്റം കൊണ്ട് പറയുന്നതുകൊണ്ട്. അശ്വന്ത് ഗോക്കിന് കുറ്റം പറയാനൊന്നുമില്ല, ഈ സിനിമ അത്രയ്ക്കേ ഉള്ളൂ. അശ്വന്ത് ഗോക്ക് കറക്റ്റാണ്. ഏറ്റവും നല്ല റിവ്യൂവർ അശ്വന്ത് ഗോക്കും പിന്നെ ഷസാമുമാണ് ഏറ്റവും നല്ല റിവ്യൂവർ. മനസ്സിലായില്ലേ? വേറെ ആരുമില്ല റിവ്യൂവർ ഇവിടെ നോക്കുന്നതിൽ. എൻ്റെ ഒപ്പീനിയൻ കേട്ടത്. എന്തിനാണ് മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ സിനിമ ഇറക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടും, അത്രയേ നോക്കുള്ളൂ. 100 രൂപ ലാഭം. അല്ലെങ്കിൽ ജനങ്ങളുടെ മറ്റേ ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ജനങ്ങളുടെ താരത്തിൽ കാണാൻ പോകാൻ പറഞ്ഞു. ഇപ്പം എന്നോട് പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു സിനിമ കാണാമെന്ന്. ഇല്ലല്ലോ, നമ്മളുടെ ഇഷ്ടത്തിന് പോകുന്നു വരുന്നു. പിന്നെ ഇത് റിവ്യൂ പറയുന്നവരിനെ മോഹൻലാൽ ഫാൻസാണെന്ന് വെച്ചാൽ
അങ്ങനെ മമ്മൂട്ടിനെ കുറിച്ച് പിന്നെ കുറ്റം പറയുമ്പോൾ അത് മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊന്നും വേണ്ട. സിനിമ റിവ്യൂ എന്നോ സിനിമ റിവ്യൂ ആയിട്ട് കാണും. വേസ്റ്റ് പറഞ്ഞാൽ വേസ്റ്റ് പടം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിനിമ? ജനങ്ങളുടെ പൈസ ഇതിനു മുമ്പ് ഇറക്കി മോഹൻലാൽ ബറോസ്, അതേപോലെയല്ല. പക്ഷെ അതിനെക്കാട്ടി അത് കാണാനേ പറ്റില്ലായിരുന്നു, ഇന്ന് കാണാം. പിന്നെ എമ്പുരാൻ നോക്കുമ്പോൾ എമ്പുരാനും ബെറ്റർ, മനസ്സിലല്ലേ? എമ്പുരാനെ നോക്കുമ്പോൾ എമ്പുരാനാണ് ബെറ്റർ. പക്ഷേ പിന്നെ നോക്കി കണക്കാക്കുമ്പോൾ രണ്ടും സെയിം ആണെന്നേ. എമ്പുരാനാണെങ്കിലും ശരി ഇതാണെങ്കിലും ശരി സെയിം ആണെന്നേ. വേറെ എന്താ സെയിം അല്ല? ബസൂക്കയും എമ്പുരാനും എന്താ സെയിം അല്ലെന്ന് പറയുന്നത്? വേസ്റ്റ് എന്ന്. പിന്നെ ഇന്നൊരു കാര്യം മാത്രം മനസ്സിലാക്കാം കേട്ടോ. എന്താ അറിയോ, മലയാളത്തിൽ 2 ബിഗ് എംസ് ഇല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രി ഇല്ലാത്ത പോലെ ആയിരിക്കും. കാരണം ഒരു ആവറേജ് മൂവിയാണ് എമ്പുരാൻ. എത്ര കോടി കളക്ട് ചെയ്തു? ഒരു ആവറേജിൻ്റെ താഴെയുള്ള മൂവിയാണ് ബസൂക്ക. തിയേറ്റർ ഇന്നലെ വൈകിട്ട് ഞാൻ നൈറ്റ് 11 മണിക്കാണ് ഷോയ്ക്ക് പോയത്. എന്താ തിരക്ക്, ഹൗസ്ഫുള്ള്. ആ മാതാമാധുര്യയിൽ ഇഷ്ടംപോലെ സീറ്റാണ്, അത് ഫുള്ള്. ഈ എറണാകുളം സിറ്റിയിൽ വനിതാ ലുലു മാള്, അബ്ര മാള്, അല്ലെങ്കിൽ സിനി പ്ലസ് എല്ലാത്തിലും പോയിട്ട് ടിക്കറ്റ് കിട്ടാതെയാണ് ഞാൻ മാതാമാധുരിയിലെത്തിയത്. അവിടെയും ഫുള്ള്. അപ്പോൾ 2 ബിഗ് എംസ് ഇല്ലെങ്കിൽ മലയാള സിനിമ ഇല്ല, അത് വാസ്തവം. പക്ഷേ ഇവരൊക്കെ നിർത്തുന്നതാണ് നല്ലത്. പൃഥ്വിരാജ് ഉള്ളത് കൊണ്ട് എമ്പുരാന് പോയ പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും. കാരണം ആനൻ്റെ ബുദ്ധിയാണല്ലോ ആനൻ്റെ ബുദ്ധി. കാരണം കുറേ RSS ഉണ്ണാക്കന്മാരനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു, മനസ്സിലായണ്ട? കുറേ ടിക്കറ്റ് എടുപ്പിച്ചു. അത് കണ്ടു. പടം ഇറങ്ങിക്കഴിഞ്ഞതും കുറേ തീവ്രവാദം, കുറേ മുസ്ലിംസിനെ കൊണ്ട്, കുറേ ലീഗിനെ കൊണ്ട് കുറേ ടിക്കറ്റ് എടുപ്പിച്ചു. അവരും കണ്ടു. 5 വർഷം ഞാൻ തിയേറ്ററിലേ പോയിട്ടില്ല, ഞാൻ ഇന്നാ പോയത്. 4 വർഷം ഞാൻ തിയേറ്ററിലേ പോയിട്ടില്ല, ഇന്നാ പോയത് കൊണ്ട് ഒരുപാട് പേരിൻ്റെ വീഡിയോ കണ്ടു. ഇതൊക്കെ രാജിൻ്റെ കഴിവാണ്, രാജ്യത്തിൻ്റെ, പൃഥ്വിരാജിൻ്റെ. മനസ്സിലാക്കട്ടോ. അതുപോലെ ഒരാൾ ഇതിൽ ഇല്ലാതായിപ്പോയി ഉണ്ടെങ്കിൽ ഇതും തകർത്തിട്ടുണ്ടാവും. പക്ഷേ 2 ഈക്വലാണ് കേട്ടോ പടം. എമ്പുരാനും ശരി, ബസൂക്കയും ശരി. എമ്പുരാനിൽ കുറേ സ്ലോ മോഷൻ കൊടുത്തിട്ടുണ്ട്, ബസൂക്കയിലും കുറേ സ്ലോ മോഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഒരുപാട് പറയണം. പറഞ്ഞു തരാം, ഒരുപാട് പറഞ്ഞു തരാം. എന്തിനാണ് ആ സിനിമ 3 മണിക്കൂർ? 2 മണിക്കൂറിൻ്റെ സിനിമയാണ്. സ്ലോ മോഷനും മാങ്ങാണ്ടിയും ഇന്ദ്രജിത്തും പറയണില്ല, ഒന്നും പറയുന്നില്ല.